പൾസർ സുനിക്ക് സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം അനുവദിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട ജാമ്യ വ്യവസ്ഥകൾ ഇപ്പോൾ കോടതി തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. പൾസർ സുനി ഇന്ന് കർശന ഉപാധികളോടെ വിചാരണ കോടതി പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. 7.5 വർഷത്തിന് ശേഷം നടിയെ ആക്രമിച്ച കേസിലെ പ്രധാനപ്പെട്ട ഒന്നാം പ്രതിയായ പൾസർ സുനിക്ക് ഇപ്പോൾ വിചാരണ കോടതി കർശനമായ ജാമ്യ വ്യവസ്ഥകളോടെ ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. 7.5 വർഷത്തിന് ശേഷം പൾസർ സുനി പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. 2 കേസുകളിൽ കൂടി ജാമ്യം ലഭിക്കേണ്ടതുണ്ടായിരുന്നു, അതും ലഭിച്ചു എന്ന് വേണം നമുക്ക് അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കാൻ. പൾസർ സുനിയുടെ സുരക്ഷ റൂറൽ പോലീസ് ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. പൾസർ സുനിയുടെ ജീവന ഭീഷണിയുണ്ടെന്ന് നേരത്തെ കോടതിയിൽ ഉന്നയിച്ചിരുന്നു പൾസർ സുനിയുടെ അഭിഭാഷകൻ. അപ്പോൾ എന്തുകൊണ്ട് അത് സുപ്രീം കോടതിയിൽ ആ വിഷയം ഉന്നയിച്ചില്ല എന്ന് വിചാരണ കോടതി ചോദിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും കർശനമായ ജാമ്യ വ്യവസ്ഥകളോടുകൂടിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ആ വ്യവസ്ഥകൾ അറിയേണ്ടതുണ്ട്. റിയ ബേബി വിവരങ്ങളുമായി ചേരുന്നു. റിയ, എന്തൊക്കെയാണ് ജാമ്യ വ്യവസ്ഥകൾ? പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ട് വിചാരണ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു കാരണവശാലും ഈ കേസിലെ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത്, കൃത്യമായി തന്നെ ഒരു സാക്ഷികളെ സ്വാധീനിക്കരുതെന്ന നിർദ്ദേശം പൾസർ സുനിക്ക് കോടതിയിൽ നിന്ന് നൽകുകയാണ്. ഒരു സിമ്മിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല, ഏത് സിമ്മാണോ ഉപയോഗിക്കുന്നത് ആ സിമ്മിൻ്റെ വിവരങ്ങൾ കോടതിയിൽ നൽകണം, മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്ന കർശന വ്യവസ്ഥയും പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള വ്യവസ്ഥയിൽ കോടതി ഉൾപ്പെടുത്തുന്നു. ജില്ലാ റൂറൽ പോലീസാണ് പൾസർ സുനിക്ക് സംരക്ഷണം ഉറപ്പാക്കേണ്ടത്. ജാമ്യ വ്യവസ്ഥയിൽ കോടതിയുടെ പരിധി വിട്ടു പോകരുതെന്നും കൃത്യമായി തന്നെ കോടതി വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം പോലീസ് ആവശ്യപ്പെട്ടതുപോലെ പോലീസിന്റെ ഒരു സുരക്ഷ പൾസർ സുനിക്ക് ഒരുക്കണം. ജീവന് ഭീഷണിയുണ്ട്. പോലീസ് സ്റ്റേഷനിലെത്തി ദിവസവും ഒപ്പിട്ട് പോകുന്ന തരത്തിലൊരു സംവിധാനം വേണമെന്ന പോലീസിന്റെ ആവശ്യം, അങ്ങനെ ഒരു കാര്യം കോടതിയുടെ ഭാഗത്തു നിന്ന് അംഗീകരിക്കുന്ന തരത്തിലൊരു നിബന്ധന ഇതുവരെ വന്നിട്ടില്ല. അത്തരമൊരു കടുത്ത ജാമ്യ വ്യവസ്ഥയിലേക്ക് കൊണ്ടുവരാനുള്ളൊരു നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്ന് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് പൾസർ സുനിയുടെ ജീവന് ഭീഷണിയുണ്ട്, സുരക്ഷയ്ക്ക് പ്രശ്നങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അത്തരമൊരു കാര്യം കോടതിയിൽ പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. പക്ഷേ അങ്ങനെ ഒരു ജീവന് ഭീഷണി ഉണ്ടെങ്കിൽ എന്തുകൊണ്ടത് സുപ്രീം കോടതിയിൽ പറഞ്ഞില്ല എന്നൊരു ചോദ്യമായിരുന്നു കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ കോടതിയുടെ ഭാഗത്തുനിന്നൊരു നിലപാട് ഇതുവരെ വന്നിട്ടില്ല. നിലവിൽ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് കോടതിയുടെ പരിധി വിട്ട് പുറത്തു പോകാൻ പാടില്ല, ഒരു കാരണവശാലും ഈ കേസിലെ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത്. ഏതൊക്കെ സിമ്മാണോ പൾസർ സുനി, അതായത് ഒരു സിമ്മിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല, ആ ഉപയോഗിക്കുന്ന സിമ്മിന്റെ പൂർണ്ണമായ വിവരങ്ങൾ കോടതിയെ അറിയിക്കണം, മാധ്യമങ്ങളോട് സംസാരിക്കാൻ പാടില്ല. ഒപ്പം തന്നെ പൾസർ സുനിക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ടത് റൂറൽ പോലീസാണ് എന്നൊരു വ്യവസ്ഥ കൂടി കോടതിയുടെ മുമ്പാകെ ഈ ഘട്ടത്തിൽ വരുന്നു. കൂടുതൽ വ്യവസ്ഥകൾ ഈ പൾസർ സുനിയുടെ ജാമ്യവുമായി ബന്ധപ്പെട്ട് കോടതി ഉൾപ്പെടുത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളടക്കം അടുത്ത മിനിറ്റിൽ നമ്മളെല്ലാം ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു കാര്യം, ഈ പുറത്തിറങ്ങിയാൽ പൾസർ സുനി എന്ത് പറയും, എന്തെങ്കിലും പറയുമോ എന്നുള്ളതായിരുന്നു. പക്ഷേ കൃത്യമായ നിർദ്ദേശം വിചാരണ കോടതിയുടെ ഭാഗത്തു നിന്ന് വരികയാണ്. അതായത് മാധ്യമങ്ങളോട് സംസാരിക്കരുത്, ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു രീതിയിലുള്ള പ്രതികരണവും പാടില്ല എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതെ, മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്ന കൃത്യമായ നിർദ്ദേശം പൾസർ സുനിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അത്തരമൊരു നിർദ്ദേശം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നത് നേരത്തെ തന്നെ സൂചന ഉണ്ടായിരുന്നു. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് മുമ്പ് ജയിലിൽ നിന്ന് കോടതിയിലേക്ക് വരുമ്പോഴും പുറത്തിറങ്ങുമ്പോഴും തെളിവെടുപ്പിന് എത്തിക്കുമ്പോഴും ഒക്കെ പല പേരുകളുടെ സൂചനകൾ, പല ആളുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ, മാഡം എന്ന പേര്, ഫോണുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, കത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങളടക്കം പൾസർ സുനി ചില പ്രതികരണങ്ങൾ മാധ്യമങ്ങളോട് നടത്തിയിരുന്നു. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇനി വേണ്ട എന്നതാണ് കോടതിയിൽ നിന്ന് ജാമ്യ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണവും പൾസർ സുനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല. അത്തരത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്ന കർശന വ്യവസ്ഥയാണ് ജാമ്യം അനുവദിച്ചുകൊണ്ട് വിചാരണ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. സാക്ഷികളെയും പ്രതികളെയും സ്വാധീനിക്കരുത് എന്നൊരു കാര്യം കൂടി കോടതി ആവർത്തിച്ച് പറയുന്നു. ഈ പ്രോസിക്യൂഷൻ എടുത്തു പറഞ്ഞത് ഇരയുടെ സുരക്ഷ, അതോടൊപ്പം തന്നെ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നതാണ് കോടതി മുമ്പാകെ പ്രോസിക്യൂഷൻ പറഞ്ഞത്. മറ്റൊന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞത് പൾസർ സുനിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടായിരുന്നു. അങ്ങനെ ഒരു സുരക്ഷാ പ്രശ്നമുണ്ട് എന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് അത് സുപ്രീം കോടതിയിൽ പറഞ്ഞില്ല എന്ന മറു ചോദ്യമാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് പറഞ്ഞത്. എന്തെങ്കിലും തെളിവുകളുണ്ടോ എന്നൊരു ചോദ്യം കൂടി കോടതി ചോദിച്ചു.